നാട്ടിലില്ലാത്ത സമയത്ത് വേണ്ടപ്പെട്ട ഒരാളെ നീ മരിപ്പിക്കല്ല റഹ്മാനെ. നാട്ടിലില്ലാത്ത സമയത്ത് വേണ്ടപ്പെട്ട ഒരാളെ നീ മരിപ്പിക്കല്ല റഹ്മാനെ. കാരണം നമ്മൾ വരെ ഒന്ന് കണ്ടില്ലെങ്കിൽ, അവരുടെ ചാരത്ത് അവസാനമായിട്ടൊന്ന് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാനിങ്ങനെ ആലോചിച്ചോ പടച്ചോനെ, പ്രവാസികളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പ്രവാസികളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉംറയ്ക്ക് പോയിട്ട് വരുന്നത് വഴി എന്റെ കൂട്ടത്തിൽ ഫ്ലൈറ്റിൽ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ ഇങ്ങനെ കരയുന്നുണ്ട്. ആ സഹോദരൻ കരയുന്ന കാരണം വേറൊന്നുമല്ല. ആ സഹോദരന്റെ കൈ പിടിച്ചിട്ട് പറയും, ഉസ്താദേ, അവയതൊക്കെ കേൾക്കാറുണ്ട് ഉസ്താദേ, ഞാന് കോഴിക്കോട് ജില്ലക്കാരൻ ഉസ്താദേ, എന്റെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട് ഉസ്താദേ, ആ വാപ്പയുടെ ജനാസയൊന്ന് കാണാൻ, ആ മയ്യത്ത് നിസ്കാരത്തിൽ അവസാനമായൊന്ന് പങ്കിടാൻ ഞാൻ വന്നതാണ് ഉസ്താദേ. ഈ ഫ്ലൈറ്റ് അവിടെ എത്തുന്നത് വരെ എനിക്ക് ആദിയാണെന്നൊരു പാവപ്പെട്ട സഹോദരൻ പറയുമ്പോ, റബ്ബേ, ഞങ്ങൾ നാട്ടിലില്ലാത്ത സമയത്ത് ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളെ നീ വിട പറയിപ്പിക്കല്ല റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവിന്റെ ഉസ്താദന്മാർ, അവർക്കൊക്കെ നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. റഹ്മത്തിക യാ റഹ്മാൻ റഹീം.